കർണാടകയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായി. വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഓരോ പൗരനും ഉറപ്പുവരുത്തണമെന്നും വോട്ടവകാശം നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ നൽകുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കില്ലെന്നും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുന്നറിയിപ്പ് നൽകി. വോട്ട് ചെയ്യാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി SIR അടിസ്ഥാനപ്പെടുത്തി പശ്ചിമ ബംഗാളിൽ അർഹരല്ലാത്ത റേഷൻ ഉപഭോക്താക്കളെ പുറത്താക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും സമാന നടപടികൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. നിലവിൽ കർണാടകയ്ക്ക് പുറമെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി, മേഘാലയ എന്നീ 5 സംസ്ഥാനങ്ങളിലായി 19.78 കോടി വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് SIR നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ വർഷം ഒക്ടോബർ 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ യോഗ്യരായ പൗരന്മാർക്കും ഈ പരിഷ്കരണത്തിലൂടെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ അവസരമുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഭവന സന്ദർശനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വീടുകളിലെത്തുന്ന ഉദ്യോഗസ്ഥർ വോട്ടറുടെ നിലവിലുള്ള വിവരങ്ങളും ഫോട്ടോയും അടങ്ങിയ 2 പ്രത്യേക എന്യൂമറേഷൻ ഫോമുകൾ വീതം നൽകും. ഇതിൽ പൂരിപ്പിച്ച് BLOയുടെ ഒപ്പുസഹിതമുള്ള ഒരു ഫോറം വോട്ടർമാർക്ക് തന്നെ സൂക്ഷിക്കാം. രണ്ടാമത്തെ ഫോം ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകണം. BLOമാർ സന്ദർശിക്കുമ്പോൾ വീടുകളിൽ ആളില്ലെങ്കിൽ അയൽക്കാരെ ഫോമുകൾ ഏൽപ്പിക്കില്ല. പകരം ഒരേ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വാതിലിൽ BLOമാരുടെ പേരും ഫോൺ നമ്പറും അടങ്ങിയ സ്റ്റിക്കർ പതിക്കുകയോ ചെയ്യും. വോട്ടർമാർക്ക് ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകാൻ സൗകര്യമുണ്ടാകും. ഇതിനു മുൻപ് 2002-ൽ സംസ്ഥാനത്ത് SIR നടത്തിയപ്പോൾ 3 കോടിയായിരുന്ന വോട്ടർമാരുടെ എണ്ണം നിലവിൽ 5.55 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.